ഈ ബദുക്കൾ ഒരു മോശപ്പെട്ട ചിന്താധാരയുമായി വന്നിട്ട് ഹിജാസിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞ ഹദീത്ത് മുത്തനബി പറഞ്ഞത് മുത്തഫഖുൻ അലൈഹി ബുഖാരി മുസ്ലിമിലുണ്ട്. അതുവരെ പറ്റിയാണ് പറഞ്ഞത്. ഇവർ ലോകാവസാനത്തിൻ്റെ അടയാളമാണ്, ഈ ബദുക്കൾ മരിക്കുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് എന്നതിന് ഹദീത്ത് സ്വഹീഹുൽ ബുഖാരി മുസ്ലിമിൽ മുത്തഫഖുൻ അലൈഹി ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, മിനിഞ്ഞാന്നും കണ്ടിട്ടുണ്ട്. നിങ്ങൾ തപ്പിച്ച് കിട്ടൂല, കിട്ടാൻ സാധ്യത കുറവാണ്. ഇതിൻ്റെ കിബറല്ല, എൻ്റെ റബ്ബ് ഞാൻ അതിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ എൻ്റെ റബ്ബിനക്ക് കാണിച്ചെന്നാ കൃത്യമാണ് വായന. നിങ്ങളെല്ലാം എല്ലാത്തിനും കാത്തുനിൽക്കണ്ട, ചിലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹുക്ക് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. ഈ അടയാളങ്ങളെ നിങ്ങൾ വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടാവും, നമ്മളത് അടയാളമായി മനസ്സിലാക്കിയില്ല. കാരണം ലോകം കണ്ട അത്രയും വലിയ സാഹിത്യമാണ്. ആര് പറഞ്ഞത്? ഹബീബ് സല്ലല്ലാഹു അറബാണ്. അറബ് ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരനാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ പറഞ്ഞ ഓരോ വാക്കിന് 1000 കൊല്ലം വ്യാഖ്യാനിച്ചാൽ തീരാത്ത വാക്കാണ് ആര് പറഞ്ഞത്? പുനർസുലാം. അതിന് നിങ്ങൾ ഈ ലോക്കൽ അറബികൾ വെക്കണ വായന മാനേജിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഈ ഖുർആൻ എന്ന അള്ളാഹിൻ്റെ കലാമാണ്, നിങ്ങളതിനെ പരിഭാഷിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഭാഷയിൽ നിന്ന് തപ്പണം, ചിലപ്പോൾ ഭാഷൻ്റെ പുറത്ത് തപ്പണം. ചിലത് ഭാഷ പിന്നോയിരിക്കും, ഭാഷ തന്നെ കിട്ടും, ചില ഭാഷ കിട്ടും. ചില ഭാഷയും ആ ആശയം തമ്മിൽ പ്രത്യക്ഷ ബന്ധം ഉണ്ടാവില്ല. അവിടുന്ന് ചെറിയൊരു നൂലേ ഉണ്ടാവുള്ളൂ, അത് തപ്പിപ്പോയാൽ ഭയങ്കര ആഴം കിട്ടും. റബ്ബിൻ്റെ കലാമാണ്. ഈ ലോകത്ത് അവസാനിക്കണവരെയുള്ള ഇതിലുണ്ട്. ഞാൻ വിനയത്തോടുകൂടെ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഇതിൽ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോലത്തെ മനുഷ്യനാണ്. സത്യം അങ്ങനെയാണ്. എൻ്റെ ചങ്ങായിമാർ എന്നെ കാണുന്നവരൊക്കെ പറയാം, ഒരു പാവ മനുഷ്യൻ എന്നാ പറയാ. സത്യം പാവാണ്. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ സ്വഭാവം മാറും ചെയ്യും. ഞാനല്ല എൻ്റെ ആള്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാനൊരു പച്ചപ്പാവം പോയത്തക്കാരനാണ്. ഈ ലോകത്ത് മൂസക്കുട്ടിയെ പറഞ്ഞ സത്യം, ഈ ദുനിയാവിൽ ആർക്കും പറ്റിക്കണമെങ്കിലും എൻ്റെ എത്തുന്നോടെ ഇന്നെ പറ്റിക്കൊല്ലുന്ന പോലെ എളുപ്പത്തിൽ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ പറ്റിക്കാം, ആരും നിങ്ങൾ പറ്റിക്കാൻ കഴിയില്ല. ഞാൻ അത്രയും പറ്റിക്കാൻ പറ്റിയ ആളാണ്. അതേസമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ സ്വഭാവം മാറും, പിന്നെ ഞാൻ ഒന്നും നോക്കൂല. അത് നോക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖാണ്.